Hi friends, it's me Abhi Bashraf and എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫുഡ് ആൻഡ് ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മളുടെ ഇന്നത്തെ ഒരു വിജയം, ഈ ഒരു വിജയത്തിൽ നിന്ന് നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം 385 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളുടെ ഹോമിൽ നമ്മളൊരു വിജയം സ്വന്തമാക്കുന്നത്. ആലോചിക്കണം, കഴിഞ്ഞ സീസണിൽ ഡൽഹിക്കെതിരെ ഒരു മത്സരം വിജയിച്ചതിന് ശേഷം പിന്നെ ഇന്നാണ് നമ്മൾ ചെന്നൈയിൻ FC-യെ 3-0 പരാജയപ്പെടുത്തിയിട്ട് അതായത് ഈ സീസണിലെ തന്നെ ആദ്യത്തെ ഒരു വിജയം നമ്മുടെ കൊച്ചിയിൽ നേടുന്നത്. മാത്രമല്ല ഈ സീസണിൽ നമ്മൾ കൊൽക്കത്തയെതിരെ ആദ്യത്തെ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം 5 മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ അടുത്ത ഒരു മത്സരം വിജയിക്കുന്നത്. അതായത് നമ്മൾ 14 മത്സരങ്ങൾ അൺബീറ്റനായി 14 മത്സരങ്ങൾ നമ്മൾ വിൻലെസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ ഇന്നാണ് ഒരു മത്സരം വിജയിക്കുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ടാമത്തെ സീസണിന് ശേഷം ഒരു വലിയ മാർജിനിൽ വിജയിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം ആ ഒരു സീസൺ, രണ്ടാം സീസണിൽ നോർത്ത് ഈസ്റ്റിനെതിരെ 4-1 അവരുടെ ഹോമിൽ പോയി വിജയിച്ചതിന് ശേഷം ഇന്നാണ് നമ്മൾ ഇത്രയും വലിയൊരു മാർജിനിൽ വിജയിക്കുന്നത്. അതിന് മുമ്പ് ചെന്നൈയെ തന്നെ നമ്മൾ ആദ്യ സെമിയിൽ, ഫസ്റ്റ് സീസണിലെ ആദ്യ സെമിയിൽ നമ്മൾ 3-0 പരാജയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്നാണ് നമ്മളെ കൊച്ചിയിൽ നമ്മൾക്ക് ആരാധകർക്ക് ആഹ്ലാദിക്കാൻ ഇത്രയും ഒരു വലിയൊരു മാർജിനിൽ നമുക്കൊരു വിജയം സ്വന്തമാക്കുന്ന. ഒന്നാം സീസണിൽ നമ്മൾ ചെന്നൈയെ 3-1 പരാജയപ്പെടുത്തിയിരുന്നു. ഏതായാലും ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു വിക്ടറി. അതായത് രണ്ടാം സീസണിന് ശേഷം ഏറ്റവും മാർജിനിലുള്ള ഒരു വിക്ടറി ഇതാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, DJക്ക് പിഴച്ചെടുത്ത് വെങ്കാടയ്ക്ക് വിജയിച്ച ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, കിസീറ്റോ അതുപോലെ തന്നെ പെക്കൂസൻ, ഈ ഒരു മിഡ്ഫീൽഡ് പലപ്പോഴും നമ്മൾ മാച്ച് പ്രിവ്യൂലും ഒക്കെ ആരാധകരും ഒക്കെ അഭിവൃദ്ധിച്ചിട്ടുള്ളതാണ്. ഇവരെ ഈ ഒരു നന്നായിട്ട് ഇവരുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് പലപ്പോഴും അത് ഡേവിഡ് ജെയിംസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു മത്സരങ്ങളിൽ പോലും ഇരുവരെയും സ്റ്റാർട്ടിങ്ങിൽ ഉൾപ്പെടുത്തി ഇറക്കിയിരുന്നില്ല. പക്ഷെ നിലോ വെങ്കാട വന്നതിന് ശേഷമാണ്, ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ. സഹൽ, പെക്കൂസൻ, കിസീറ്റോ, ഈ ഒരു മിഡ്ഫീൽഡിലുള്ള കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനൊരു ബലം നമുക്ക് ഈ ഒരു മത്സരത്തിൽ ലഭിക്കുകയും ചെയ്തു. കാരണം മിഡ്ഫീൽഡിൽ നന്നായിട്ട് മത്സരം കളിക്കുന്നു. DJയുടെ ഒരു ടാക്ടിക്സിനെ പൊളിച്ചെടുക്കുന്ന ഒരു കളിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഫുട്ബോൾ. നല്ല രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരുന്നു. ഏതായാലും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ സാധനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണമെന്ന് വെങ്കാട തെളിയിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ നിന്ന് നമുക്കറിയണം. മാത്രമല്ല, സിറിൽ ടാലിയെ CDM ആയിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ പറഞ്ഞാണ്. കാരണം അദ്ദേഹം CDM ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ അദ്ദേഹത്തെ CB ആയിട്ട് LB ആയിട്ട് മാത്രമേ DJ ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരത്തിലും കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ഇപ്പം കിസിറ്റോയ്ക്ക് പകരമാണ് ഈ മത്സരത്തിൽ വന്നത്. അദ്ദേഹം നന്നായിട്ട് ഒരു CDM എന്നുള്ള റോളിൽ, കാരണം ബോളുകൾ ഇന്റർസെപ്റ്റ് ആണെങ്കിലും ചെയ്താട്ട് മുന്നോട്ട് കളിക്കുന്ന ഒരു നല്ല രീതിയിൽ പാസിംഗ് ആക്യുറസി ഒക്കെ ഉള്ള ഒരു താരമാണ്. അതും നന്നായിട്ട് നിലോ വെങ്കാട മനസ്സിലാക്കി അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സൂപ്പർ കപ്പ് വരികയാണ്. അടുത്ത മാസം 15-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഏതായാലും നമുക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻസ് കളിച്ച് മുന്നേറാൻ ഇതൊരു അവസരമാണ്. കാരണം നമുക്കിപ്പം നമ്മൾ 8ാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ്. കാരണം ഈ ഒരു ഇപ്പം ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ലഭിച്ചില്ലെങ്കിലും നമ്മൾ ക്വാളിഫയേഴ്സിൽ ഏതെങ്കിലും ഒരു I-League ടീമിനെ ആയിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത്. പക്ഷെ ഈ ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സൂപ്പർ കപ്പിൽ ക്വാളിഫിക്കേഷൻ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം വേണം. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ PSCയെ തോൽപ്പിച്ചു, PSC ആയിട്ട് സമനില നേടി. കാരണം ഒന്നാന്തരമായിട്ട് കളിച്ചിട്ടാണ് ആ ഒരു മത്സരം സമനിലയിലായത്. അതിനുശേഷമാണ് ഇപ്പൊ നമ്മൾ ചെന്നൈയിൻ FC-യെ പരാജയപ്പെടുത്തുന്നത് ഇത്രയും വലിയൊരു മാർജിനിൽ നല്ലപോലെ ഫുട്ബോൾ കളിച്ച്. ഏതായാലും ഇനി വരുന്ന മത്സരങ്ങൾ ഏതായാലും നോർത്ത് ഈസ്റ്റുമായിട്ട് FC ഗോവയായിട്ടൊക്കെയാണ്. അപ്പം അവരുമായിട്ടും ഈ ഒരു പ്രകടനം തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൂപ്പർ കപ്പിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഏതായാലും പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ സീസണിലെ നമ്മുടെ തീം സോങ് ആയിരുന്നു കടം വീട്ടുന്ന സോങ്. ഏതായാലും ഇപ്പൊ ഏതാണ്ട് കടം വീട്ടിയൊരു മട്ടിലാണ്. കാരണം പാട്ടിലുണ്ടായിരുന്ന കൊൽക്കത്തയെ ചെന്ന് മലത്തി അടിച്ചു, അതേപോലെ തന്നെ ബംഗളൂരുവിനെ ആരെണ്ണെന്ന് കാട്ടി, ചെന്നൈയെ നമ്മുടെ മടയിലിട്ട് നമ്മൾ കൊന്നു. ഏതായാലും കടങ്ങളൊക്കെ വീട്ടി വരികയാണ്. ഇനി നമുക്ക് ഈ സീസണിൽ ബാക്കിയുള്ള മത്സരങ്ങളിലും നല്ല പ്രകടനം സൂപ്പർ കപ്പിൽ ആരാധകർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നൽകുമെന്ന് തന്നെയാണ് ഞാൻ ഏതായാലും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മൾ മാച്ച് ഡേ വ്ലോഗ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ സ്റ്റേഡിയത്തിൽ പോയിട്ടില്ല. ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് സ്റ്റേഡിയത്തിൽ ഇന്നത്തെ മത്സരത്തിൽ പോകാൻ സാധിച്ചില്ല. ഏതായാലും ഇന്നത്തെ മത്സരം നമ്മൾ വിജയിച്ചു. പക്ഷേ ഇനി ഞാൻ പോകാത്തത് കൊണ്ടാണ് ഇന്നത്തെ മത്സരം വിജയിച്ചത്. കാരണം ഞാൻ എല്ലാ മത്സരത്തിനും പോയി മാച്ച് ഡേ വ്ലോഗും ചെയ്തു. ഞാൻ ഇതുവരെ മാച്ച് ഡേ വ്ലോഗ് ചെയ്ത് ഒരു മത്സരവും വിജയിച്ചിട്ടില്ല. ഇനി ഞാനാണോ ദി റിയൽ മാൻഡ്രേക്ക്?